ഹായ് ഹലോ മച്ചന്മാരെ, നമ്മുടെ ചാനലിൽ ജാനകി വി എസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കൊടുത്തിട്ട് ഷോർട്ട് റിവ്യൂ ആണ്. ജാനകിയെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ രാവണപ്രഭുവിലെ ജാനകിയല്ല, ഇത് വിവാദം ഉണ്ടാക്കിയ ഒരു ജാനകി തന്നെയാണ്. റിയൽ ബേസ്ഡ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട്. യാതൊരു ഐഡിയയും ഇല്ല. അപ്പോൾ ജാനകിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ സെൻസർ ബോർഡ് വിവാദം ഉണ്ടാക്കിയുള്ള ഒരു ഫിലിം, ജാനകി എന്ന പേര് മാറ്റം മ്യൂഡിച്ച് എന്ന് പറഞ്ഞ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ജാനകി വി സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊക്കെ മാറ്റി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിവാദം ഉണ്ടാക്കാൻ ഉള്ള കാരണം, അല്ലെങ്കിൽ എന്തായിരിക്കാം ഇതിലുള്ള കഥയും നമുക്ക് എല്ലാവർക്കും ട്രെയിലർ കണ്ട വ്യക്തം തന്നെയാണ്. അപ്പോൾ തറയിൽ ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ ജാനകി കയറിയപ്പോൾ എന്താ പറയുക, ഡയറക്ഷൻ ആൻഡ് റൈറ്റിംഗ് ചെയ്തിട്ടുള്ള പ്രവീൺ നാരായണൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ എസ് ടി സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, ശ്രുതി രാമചന്ദ്രൻ, ദിവ്യപിള്ളൈ, മാധവ് സുരേഷ്, അഷ്കർ അലി, ബൈജു തുടങ്ങിയ ഒരുപാട് താരങ്ങളൊക്കെ ചിത്രത്തിലുണ്ട്. ജാനകിയെ കുറിച്ച് പറയുമ്പോൾ, ജാനകി എന്ന് പറയുന്ന പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുകയും അതിനുവേണ്ടി ഇവിടുത്തെ സ്റ്റേറ്റുമായിട്ടുള്ള ഒരു പോരാട്ടമാണ് കഥ മുന്നോട്ട് പോകുന്നത്. സാധാ ഒരു പടം പോലെ തന്നെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല ട്രെയിനിങ്ങോ വലിയ സസ്പെൻസോ പരിപാടി കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ പോലും ഒരു ഓക്കെ ലെവൽ അനുഭവമായിട്ടാണ് ജാനകി അവസാനിക്കുന്നത്. ഒരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് വെച്ച് പറയാൻ, നെഗറ്റീവ് പറഞ്ഞ കാര്യം നമ്മൾ ഡീറ്റെയിലായി തന്നെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. കോസ്റ്റ്യൂമിൻ്റെയും പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. തിരക്കേടി ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിലും ജാനകിയെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു എയറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിൻ്റേതായ കാരണങ്ങൾ നമ്മുടെ ചാനൽ ഡീറ്റെയിലായി തന്നെ റിവ്യൂവിൽ കൊടുത്തിട്ടുണ്ട്. അതറിയാൻ താല്പര്യമുള്ളവർ ആ ഡീറ്റെയിൽ ആ റിവ്യൂ കണ്ടു നോക്കുക. സപ്പോർട്ട് ചെയ്യുക. ബൈ.